ഗെയ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന സ്റ്റീലെ ബ്രെയിൻ റോട്ടാണ്. ഫസ്റ്റ് എപ്പിസോഡാണ്. എന്തോ ഒരു ഇവൻറ്റ് കിടക്കുന്നുണ്ട്, ഇന്തോനേഷ്യ ഇവൻറ്റ്. ഇത് മറ്റേ ലോറ ഫാർമിങ്ങിൻ്റെ എങ്ങാണ്ടാണ്. നമുക്കന്നേരം ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇത് ലോഡാവുന്ന സമയം കൊണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഞാനകത്ത് ഒന്നും എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ഞാനിത് ആദ്യമായിട്ടല്ല കളിക്കാൻ പോകുന്നത്. മീൻസ് എനിക്ക് $100 കാണത്തുള്ളൂ. ഇത് പുതിയ അക്കൗണ്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ. എൻ്റെ മറ്റേ അക്കൗണ്ടിൽ ഫുള്ള് സെറ്റാണ്. ബ്രെയിൻ റോട്ട് ഗോഡും മിയാവുൾ എന്ന് പറഞ്ഞൊരു പുതിയ OG ബ്രെയിൻ റോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറയിലൊരു ആളും. ലോഡാവുന്ന സമയം കൊണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. കുറച്ച് ടൈം എടുക്കും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് പുതിയ ഇവൻ്റാണ്. ഇങ്ങാങ് ഇവൻ്റൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഗെയിമിലോട്ട് കയറിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ബേസിൽ തന്നെ കയറാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ സെറ്റ്. അയ്യോ, താണ്ടൊരു തും സഹൂർ അല്ല, സോറി, താത്താ സഹൂറൊക്കെ ഇരിക്കുന്നു. സെറ്റ്. ഇവിടെ ഒരു ബൊമ്പർ ദീനോ ക്രോക്കോ ദീനോ ഇരിപ്പുണ്ട്. എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കിയാലോ. 187 സെക്കൻഡ്. ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓടിപ്പോയ്ക്കോ. കണ്ടോ, എനിക്ക് എൻ്റെ ഇത് ഗ്ലിച്ച് അടിക്കുന്നുണ്ട്. നല്ലതൊന്നും ഇല്ല. എല്ലാവരും സ്ട്രോബെറീനി അവന്മാർ പറത്തിക്കളഞ്ഞു. താണ്ടൊരു ബ്രെയിൻ റോട്ട് ഗോഡ്. പക്ഷെ എനിക്ക് മേടിക്കാൻ പറ്റില്ല, എൻ്റെ പൈസ ഇല്ല. അല്ല, ഗോഡല്ല, അത് മിത്തിക്കാണ്. എൻ്റെ പൈസ ഇല്ല ഗൈസ്. ഒരാളെന്നെ ഡാൻസും കളിപ്പിക്കുന്നു. ഇപ്പം ഡ്രൈവർക്കൊന്നും ഇത് കണ്ടോ. ഇവന് ചിലപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകും. അത്ര കില്ലും കുഴി. ഇവൻ്റെ റോബോക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ 1 മില്യൺ ഉണ്ട് ഗൈസ്. ഞാൻ ഇത് കണ്ടില്ല, പൈസ കയറുന്ന കണ്ടിട്ടില്ല ഇതുവരെ. ലോക്ക് ഒന്നുകൂടാക്കി. ലോക്കാക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ അത്രയ്ക്ക് വില കൂടിയതൊന്നും ഇല്ല. വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. അതെന്താണ് ഞാൻ കണ്ടത്? നമ്മൾ എന്നെ അവൻ ഐസാക്കി കളഞ്ഞു. സെറ്റ്. അത് നല്ലത് വരുവാണെങ്കിൽ മാത്രം ഞാൻ മേടിക്കാം. താണ്ട ഇവൻ സെറ്റ്. 3 നിലയൊക്കെ ഉണ്ട്. താണ്ട ബ്രെയിൻ റോട്ട് ഗോഡൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഈ ബേസ് എല്ലാം 100 ഉണ്ടാക്കിയ ഗൈസ്. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പാടാ. എൻ്റെ ഇത് 2 നിലയായി. ഇത് ഞാൻ മേടിക്കാം. ഇത് $650 വെച്ച് വരും പെർ സെക്കൻഡ്. ഇപ്പോഴും എൻ്റെ 1 മില്യൺ തന്നെ ഉണ്ട്. ഈ ബേസ് ഒന്ന് ലോക്കാക്കിയിട്ട് നമുക്ക് ആരുടെയെങ്കിലൊക്കെ മോഷ്ടിക്കും. ലോക്കാക്കി നമുക്ക് ഓടിപ്പോയി ആരുടെയെങ്കിലൊക്കെ മോഷ്ടിക്കും. ഇവിടെ പകുതിയോളം ബേസ് എംറ്റിയാണ്. ഇതൊക്കെ എംറ്റിയാണ്. ചില ബേസുകളിൽ ആൾക്കാരുള്ളത്. ഇവിടെ ഒന്നുമില്ല, വെറുതെ ലോക്കാക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നുമില്ല, ഒരു ബേസിലും ഒന്നുമില്ല ഗൈസ്. എൻ്റെ ബേസ് മാത്രമേ ഉള്ളൂ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉള്ളത്. 1 മില്യൺ വർത്തുള്ള എന്തെങ്കിലും വന്നായിരുന്നെങ്കിൽ എനിക്ക് മേടിക്കായിരുന്നു. ഇന്നത്തെ കാണിച്ചേക്കുന്ന ഇപ്പോൾ ഒരു ബ്രെയിൻ റോട്ട് ഗോഡ് വരുമെന്നാണ്. കാരണം എന്തോ ഗ്ലിച്ച് അടിച്ചായിരുന്നു ഗൈസ്.
ഒന്നും വരുന്നില്ല. ക്യാൻസർ ഫുഡ്. എനിക്ക് അടുത്ത റീബർത്തിന് എന്താ വേണം? ചിമ്പാൻസിന് ബനാനീനെയാണ്. അത് ഞാൻ ഒരു ബേസിക് അല്ല. നമുക്ക് ചിമ്പാൻസിന് ബനാനീനെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ലീലി ലാലില ഇതൊക്കെ പേരാ. എൻ്റെ എന്തോ സ്റ്റീൽ ചെയ്യുന്നു. സ്റ്റീൽ ചെയ്തു. സെറ്റ്. എൻ്റെ റോബക്സ് ഇല്ല, അതുകൊണ്ട് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇവൻ എൻ്റെ 3P ത്രോപ്പ സ്റ്റീൽ ചെയ്യുന്നു. ഇവൻ്റെ ഇത്ര റോബക്സ് ഉണ്ടായിട്ട് ഇവനെന്ത് ഇതൊക്കെ ഒരു മിത്തിക്കല്ലേ അങ്ങോട്ട് പോയേ. ഞാൻ ഇതിനകത്ത് പെട്ടുപോയി ഗൈസ്. നമുക്ക് റീസ്പോൺ അടിക്കാം. ഞാൻ വടി പോലെ അങ്ങ് വീണു. ഇതെനിക്ക് വേണം. അവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ബ്രേസ് ലോക്ക് ചെയ്തു. കാപ്പുച്ചീനോ അസാസീനോ. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ആരെങ്കിലും മോഷ്ടിക്കാന്നൊക്കെ നോക്കാം. പക്ഷേ അവൻ ഈ വായ്പ ഇവിടെ വേറൊരു സെറ്റ് ബേസ് വന്നിട്ടുണ്ട്. ഇവൻ ഗ്ലിച്ചടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും മോഷ്ടിക്കാൻ നോക്കാം. കേസ് ഇവൻ ഗ്ലിച്ചടിച്ചിരിക്കുവാണ്. ഇവൻ ഗ്ലിച്ച് മാറാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവരും ഇത് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളും അവൻ ലീവാക്കി. ലീവാക്കില്ലായിരുന്നെങ്കിൽ നമുക്കത് കിട്ടി. ഒരു മിനിറ്റ്. ബ്ലൂബെറീനി എന്തോ എൻ്റെ പേരൊക്കെ എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് 39K ഉണ്ടാക്കി. ടിം ചീസ് സെറ്റ് പേര്. 7 സെക്കൻഡ് കൂടെ ഉള്ളൂ. ഇവിടുന്ന് പോയാൽ എല്ലാവരും ഇത് മോഷ്ടിക്കാൻ വരും. ബേസ് ലോക്കാക്കി ഇനി ആരെങ്കിലെയൊക്കെ മോഷ്ടിക്കും. ചിലവരുണ്ട് ഈ ബാലൂറിനെ ഭയങ്കര ഇഷ്ടമുള്ള, അതും എടുത്ത് അവർ അവരുടെ ഓജി സ്ട്രോബെറി എലിഫൻറ്റ് വരെ തരും. എനിക്കത് കിട്ടി. അവൻ വരുന്നതിന് ഉണ്ട്. എൻ്റെ ഇപ്പോൾ 2 ബാലൂറിനെ ഉണ്ട്. ഇത് ആരെങ്കിലും കൊടുത്താൽ അവരെനിക്ക് എന്തെങ്കിലും തരുമോ നോക്ക്. ഇവിടെ ഒരു മിത്തിക്ക് സാധനം ഇരിക്കുന്നു. പക്ഷെ ഒത്തിരി വെയിറ്റ് ചെയ്യണം. ഈ സെക്കൻഡ് ഫ്ലോറിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഒന്നുമില്ല. സെറ്റ്. എനിക്കിത് മേടിക്കണം അടുത്ത റീബർത്തിന്. പിന്നെ ഒരു ചിമ്പാൻസിനി ബനാനീനി. ഇനി എപ്പോൾ വരാനാണെന്ന് അറിയത്തില്ല. പക്ഷെ വെയിറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം എൻ്റെ പൈസ ഫുള്ള് തീർന്നു. 1 മില്യൺ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മോസ്റ്റ്. ഞാൻ എൻ്റെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചുറ്റി കളിക്കുവാണ്. അവൻ പിടിച്ചു. ഞാൻ ഇതിൻ്റെ പുറകെ ഒളിച്ചിരിക്കുക. ലീവായി. എൻ്റെ ബേസ് തുറന്ന് കിടക്കുന്നു ഗേസ്. സെറ്റ്. കറക്റ്റ് ടൈമിന് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഞാൻ അടുത്ത ചിമ്പാൻസിനി വരെ വെയിറ്റ് ചെയ്യണം. ഒരു ബേസ് തുറന്ന് നടക്കുന്ന ഓടിപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ഒന്നും ഇല്ല. പക്ഷെ നോക്കാം. എൻ്റെ പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ഏതാ എടുത്തതെന്ന് പറയാത്തത്. ഓടിപ്പോൾ സ്ലോ ആയി നമ്മളിതെടുക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ. അവൻ അടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ രക്ഷപ്പെട്ടത്.
എടുത്ത് ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച്. ഞാൻ പൈസ ഫുള്ള് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 12 സെക്കൻഡോട് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ഉറക്കും. ഇവിടെ ഒത്തിരി സെറ്റ് സാധനം ഇരിക്കുന്നു, പക്ഷെ ഒത്തിരി ടൈമുണ്ട്, വെയിറ്റ് ചെയ്യാൻ. ഒരു ബാലൂറിനെയും കൂടെ വരുന്നു. എൻ്റെ പൈസ ഞാൻ ഓടിപ്പോയി ലോക്ക് ചെയ്യട്ടെ. ഞാൻ ബാലൂറിനെ എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്, എന്തോത്തിനാന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ത്രാലേറെ പക്ഷേ മേടിക്കാൻ പൈസ ഇല്ലടാ. ത്രാലേറെ എടോ എന്നാലും നമ്മുടെ മേടിക്കാൻ പൈസ ഇല്ലാതെ ഇപ്പം, അല്ലെങ്കിൽ ഞാൻ മേടിച്ചാനെ. എൻ്റെ മറ്റേ അക്കൗണ്ട് എനിക്ക് ത്രാലല്ലോ സാമി എന്ന് പറഞ്ഞൊരു ഒരുത്തൻ സ്റ്റീൽ ചെയ്യട്ടെ. ഞാൻ എൻ്റെ കൈ അടിച്ച് ഞാൻ വെയിറ്റ് ചെയ്യും. എൻ്റെ എല്ലാം പോയാലും സാരമില്ല, എനിക്കിത് മതി. ഇവനങ്ങനെ ഇത് ഇവളുടെ ബേസ് മണ്ടയ്ക്ക് കൊണ്ട് വെക്കാം. ഗൈസ് ഞാൻ അറിയാതെ പിടിച്ച ലീവ് അമ്മയ്ക്ക് ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ വെച്ചങ്ങ് നിർത്താം.